കല്യാണത്തിന് മുന്നേ എനിക്കൊരാളെ ഇഷ്ടമായിരുന്നു, വിഷ്ണു. അകലെ ഹൃദയം അരികിൽ നിൻ പ്രണയം. പക്ഷെ അച്ഛൻ അയാളായിട്ടുള്ള കല്യാണത്തിന് സമ്മതിച്ചില്ല. അവന് പൈസ ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ആയിരിക്കും എന്നല്ല, ആണ്. കല്യാണത്തിന് ശേഷം വിഷ്ണുവിൻ്റെ ലൈഫിൽ നിന്ന് പോയില്ല. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് അവനെൻ്റെ ഫോണും എടുക്കുന്നില്ല, എന്നെ എല്ലായിടത്തും ബ്ലോക്കും ചെയ്തു. എനിക്കത് സഹിക്കാൻ പറ്റണില്ല. എനിക്കറിയാം ഞാൻ പ്രണവിനോട് ചെയ്ത വലിയ ചതിയാ. അതൊരിക്കലും ക്ഷമിക്കാൻ പറ്റത്തില്ല എന്നും അറിയാം. പക്ഷെ എൻ്റെ ഒരു സമാധാനത്തിനായിട്ട് ഞാൻ പറയാം, റിയലി സോറി. കുഴപ്പമൊന്നുമില്ലടോ. എനിക്ക് കല്യാണത്തിന് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. അച്ഛൻ നിർബന്ധിച്ച് പിടിച്ച് കെട്ടിച്ചതാ. ഞാൻ തന്നോട് ഇഷ്ടം തോന്നാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടി. തനിക്ക് വിഷ്ണുവിനാണ് ഇഷ്ടമെങ്കിൽ നമുക്ക് മ്യൂച്വൽ ഡിവോഴ്സിന് അപ്ലൈ ചെയ്യാം. എനിക്ക് ഒരു പ്രശ്നമില്ല കേട്ടോ, താ പറയാറുണ്ട്. ഞാൻ പോട്ടെ. പ്രണവ് ഫുഡ് കഴിച്ചോ? ഇല്ല. ഞാൻ ഓർഡർ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് കഴിക്കാം. The person you are calling is currently unavailable. വിഷ്ണു, സത്യത്തിൽ എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? അവൻ കുറേ ദിവസമായിട്ട് ടെൻഷനിലായിരുന്നു. കഴിഞ്ഞ ദിവസം കടം മേടിച്ച ആൾക്കാരൊക്കെ വീട്ടിൽ വന്ന് പ്രശ്നമാക്കിയെന്ന് പറഞ്ഞു. ഈ കടവെന്ന് പറയുമ്പോൾ എത്ര രൂപ വരും? ഒരു 5 ലക്ഷത്തോളം. അങ്ങനെയാണെങ്കിൽ മീനാക്ഷിയുടെ അച്ഛൻ തന്ന പൈസ എടുക്കാം. അച്ഛൻ തന്ന പൈസയോ? കല്യാണ സമയത്ത് പുള്ളി എനിക്കൊരു 10 ലക്ഷം രൂപ അക്കൗണ്ട് ഇട്ട് തന്നായിരുന്നു. പുള്ളി ഡൗറിയൊന്നും അല്ലെന്ന് പറഞ്ഞ് തന്നതാ, പക്ഷെ സത്യത്തിൽ ഡൗറിയാ. അത് ശരിയാവില്ല പ്രണവ്. മീനാക്ഷി, ഇപ്പൊ തന്റെ മുമ്പിൽ പ്രാക്ടിക്കലായിട്ടൊരു ഓപ്ഷൻ ഇത് മാത്രമേ ഉള്ളൂ. താൻ വിഷ്ണുവിന്റെ കാര്യത്തിൽ ഇത്ര കൺസേൺഡ് ആണെങ്കിൽ ആലോചിച്ചൊരു തീരുമാനം പറ. മീനാക്ഷി, എനിക്ക് നിന്നെ ഒന്ന് കാണണം.